കേരളത്തിലെ കെട്ടിട ഉടമകളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും പരിഹരിക്കാനും ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തണമെന്ന് നിശ്ചയദാർഢ്യം ചെയ്ത് വാണിജ്യ കെട്ടിട ഉടമകളുടെ കൂട്ടായ്മയായ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന രൂപം കൊണ്ടു. കേരളത്തിലെ കെട്ടിട ഉടമകൾ അനേകം പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടമാണ് കടന്നുപോകുന്നത്. ഭാരിച്ച മുതൽ മുടക്കിൽ കെട്ടിടം പണിഞ്ഞ് അവ വിൽപ്പനയ്ക്കോ വാടകയ്ക്കോ കൊടുക്കാനോ ആവാത്ത തരത്തിൽ ഈ മേഖലയെ മാന്ദ്യം ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പുതിയ സംഘടന രൂപം കൊണ്ടത്. നമ്മൾ ബിൽഡിംഗ് ഓണേഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ എങ്ങനെ ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാ തരത്തിലും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ, ബിൽഡിംഗ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന നമ്മൾ ആൾക്കാരാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ആൾക്കാരാണ്. ഏത് മൂലൊക്കെ പോയാലും എന്ത് പോയാലും ടാക്സും എല്ലാം കൂടിയിട്ട് നമ്മൾ അപ്പാകത്ത് വരികയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് വന്നത് GST കൂടി നമ്മളെ ടെനൻസിനെ ബാധിക്കുകയാണ്. അതിന് എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. അതും ഈ പാവപ്പെട്ട നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ടെനൻസിനെ ഉപദ്രവിക്കുന്ന റൂളാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഇതെല്ലാം കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളെ എല്ലാവരും സഹായ സഹകരണം ഞങ്ങൾക്ക് വേണം. പ്രത്യേകിച്ച് പത്രക്കാരാണ് നമ്മളെ ബാക്ക് ബോൺ. ഈ ഒരു ലെയറായി സമൂഹത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലം എടുത്തിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതി ഒരു പക്ഷേ ആ 50%-ലധികമാണ്. അപ്പൊ അതിന്റെ കണക്ക് പിന്നീട് നമുക്ക് പറയാം. എന്നിട്ട് പോലും അതിനെതിരെ ചോദ്യങ്ങൾ വരുന്നില്ല. ഒരു കോമൺ പ്ലാറ്റ്ഫോമിന്റെ അഭാവം നമ്മൾ കാണുന്നു, നമ്മൾ കുറച്ച് ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന നമ്മൾ രൂപീകരിക്കാൻ നമ്മൾ നിർബന്ധിതമായത്. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. നമ്മൾ വൺ ടൈം ടാക്സ് എന്ന് പറഞ്ഞ വലിയൊരു ടാക്സ് ഗവൺമെന്റ് നമ്മളെ ചുമത്തുന്നത്. അതായത് ബിൽഡിംഗ് പണി കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ റവന്യൂക്കാർ അതിന്റെ വന്നിട്ട് ബിൽഡിംഗ് നടത്തുകയും ഒരു ടാക്സ് കിട്ടുകയും ചെയ്യാണ്. അതിന്റെ നിരക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത